എല്ലാവർക്കും നമസ്കാരം. എൻട്രി ആപ്പ് അവതരിപ്പിക്കുന്ന വെബിനാർ സീരീസിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ ഡോക്ടർ ഹേമ. ഇത് ഞാൻ എത്തിയിരിക്കുന്നത് ബയോ കെമിസ്ട്രിയിലെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ബയോ കെമിസ്ട്രി പലർക്കും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് പറയപ്പെടുന്നത്. പലർക്കും അത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി പഠിച്ചാൽ തന്നെ അത് ഓർമ്മിച്ച് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. ഇത്തരം നിരവധി കംപ്ലൈന്റുകൾ ഉള്ള ഒരു ചാപ്റ്ററാണ് ബയോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇതുവരെയുള്ള പല കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും ചോദിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചില ടോപ്പിക്സ്, അത്രയും വിഷയങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെമിനാറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: all the following activities are taking place inside mitochondria except dash. നമുക്കറിയാം, മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സെൽ ഓർഗനലാണ്. ATP സിന്തസിസ് നടക്കുന്നത് മൈറ്റോകോൺട്രിയയുടെ അകത്താണ്. ധാരാളം സെല്ലുലാർ മെറ്റബോളിസംസ് മൈറ്റോകോൺട്രിയയുടെ അകത്ത് നടക്കുന്നുണ്ട്. സെൽ സിഗ്നലിംഗ് നടക്കുന്നുണ്ട്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കുന്നുണ്ട്. ക്രെബ്സ് സൈക്കിൾ നടക്കുന്നുണ്ട്. ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സെൽ ഗ്രോത്തിനെയും സെൽ സൈക്കിളിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നിരവധി ആക്ടിവിറ്റീസ് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സെൽ ഓർഗനലാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: മൈറ്റോകോൺട്രിയയിൽ നടക്കാത്ത ആക്ടിവിറ്റി ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ മൈറ്റോകോൺട്രിയ നടക്കുന്ന ആക്ടിവിറ്റീസിന്റെ പേര് തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം മാത്രം മൈറ്റോകോൺട്രിയയിൽ അല്ല നടക്കുന്നത്. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഓപ്ഷൻ എ, സിട്രിക് ആസിഡ് സൈക്കിൾ. സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുന്നത് ക്രെബ്സ് സൈക്കിൾ ആണ്, അല്ലെ? TCA സൈക്കിൾ അഥവാ ക്രെബ്സ് സൈക്കിൾ എന്നറിയപ്പെടുന്ന സിട്രിക് ആസിഡ് സൈക്കിൾ. ഗ്ലൂക്കോസ് മെറ്റബോളിസം എടുക്കുമ്പോൾ ഗ്ലൂക്കോസിനെ ആദ്യം ബ്രേക്ക് ഡൗൺ ചെയ്ത് ടു പൈറുവേറ്റ് മോളിക്യൂൾസ് ആയിട്ട് മാറ്റുന്ന പ്രോസസ്സിനെ ഗ്ലൈക്കോളിസിസ് എന്നാണ് പറയുന്നത്. അത് സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. അങ്ങനെ ഗ്ലൈക്കോളിസിന്റെ പ്രോഡക്റ്റ് ആയ പൈറുവേറ്റിനെ അസറ്റൈൽ കോഎൻസൈം A ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ സിട്രിക് ആസിഡ് സൈക്കിൾ അഥവാ ക്രെബ്സ് സൈക്കിളിലേക്ക് കടത്തിവിടുന്നു. അങ്ങനെ ക്രെബ്സ് സൈക്കിളിൽ ഉണ്ടാകുന്ന പ്രോഡക്ട്സിനെ പിന്നീട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് കടക്കുന്നു. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ 5 പ്രോട്ടീൻ കോംപ്ലക്സുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കുന്നത് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിൽ കോംപ്ലക്സ് 5 ഉണ്ട്, അഥവാ ATP സിന്തേസ്, അല്ലെ? കോംപ്ലക്സ് 5 ഇസ് കോൾഡ് ആസ് ATP സിന്തേസ്. ATP സിന്തേസിൽ വഴി എന്തുണ്ടാകുന്നു? ലാസ്റ്റ് ATP മോളിക്യൂൾസ് ഉണ്ടാകുന്നു. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനും സിട്രിക് ആസിഡ് സൈക്കിളും ഒക്കെ നടക്കുന്നത് മൈറ്റോകോൺട്രിയയുടെ അകത്താണ്. അതുപോലെ തന്നെയാണ് ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ്. ബീറ്റ എന്നതിന്റെ അർത്ഥം 2 എന്നാണ്. അതായത് ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന കാർബൺ കോമ്പൗണ്ടിന്റെ 2ാമത്തെ കാർബണിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ബീറ്റ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. ഇതുപോലെ തന്നെ ആൽഫ ഓക്സിഡേഷനും ഉണ്ട്. അപ്പോൾ അവിടെ കാർബൺ നമ്പർ 1ലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ് നടക്കുന്നതും മൈറ്റോകോൺട്രിയയുടെ അകത്ത് തന്നെയാണ്. ഓപ്ഷൻ ഡി നോക്കൂ. ഡി നോവോ ഫാറ്റി ആസിഡ് സിന്തസിസ്, അതായത് ലിപ്പോജെനസിസ് എന്നോ അല്ലെങ്കിൽ ബയോസിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്സ് എന്നൊക്കെ വിളിക്കാം. ഡി നോവോ ഫാറ്റി ആസിഡ് സിന്തസിസ്. ഡി നോവോ ഫാറ്റി ആസിഡ് സിന്തസിസ് നടക്കുന്നത് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലാണ് ബയോസിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്സ് നടക്കുന്നത്. ഫാറ്റി ആസിഡ് സിന്തസിസിന് ആവശ്യം അസറ്റൈൽ കോഎൻസൈം എയും NAPHും ചേർന്നാണ് അവസാനം ഒരു ഫാറ്റി ആസിഡ് ഉണ്ടാക്കുന്നത്. ഇവിടെ വരുന്ന എൻസൈം എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ് സിന്തേസ് ആണ്. ഫാറ്റി ആസിഡ് സിന്തേസ്. സോ de novo fatty acid synthesis takes place in the cytoplasm of the cell. ഇവിടുത്തെ ഓപ്ഷൻ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. മൈറ്റോകോൺട്രിയയിൽ നടക്കാത്ത ആക്ടിവിറ്റി de novo fatty acid synthesis ആണ്. Question number 2. All the following statements are true with regard to biomembranes except
താഴെ തന്നിരിക്കുന്നതിൽ ബയോ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിനെ കുറിച്ചുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. അതിലെല്ലാം തന്നെ ശരിയാണ്, പക്ഷെ ഒരെണ്ണം മാത്രം തെറ്റാണ്. ആ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതെന്ന് നമ്മൾ കണ്ടെത്തണം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ദേ ആർ സെലക്റ്റീവ്ലി പെർമിയബിൾ, അതായത് പ്ലാസ്മ മെംബ്രെയിൻ സെലക്റ്റീവ്ലി പെർമിയബിൾ ആണെന്ന് പറയുന്നു. ഈസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് അല്ലെ. അടുത്തത്, ഹാവ് ഇന്റീരിയർ ഹൈഡ്രോഫിലിക് ആൻഡ് എക്സ്റ്റീരിയർ ഹൈഡ്രോഫോബിക് ഗ്രൂപ്പ്. നമുക്കറിയാം പ്ലാസ്മ മെംബ്രെയിനിൽ ഒരു ബൈ ലിപ്പിഡ് ലെയർ ഉണ്ട് അല്ലെ, നടുവിലായിട്ട് ഒരു ബൈ ലിപ്പിഡ് ലെയർ ഉണ്ട്. ഈ ബൈ ലിപ്പിഡ് ലെയർ എന്ന് പറയുമ്പോൾ അത് ഫാറ്റി ആസിഡ്സിന്റെ രണ്ട് ലെയർ ആണ്. ഓരോ ഫാറ്റി ആസിഡ് മോളിക്യൂൾ എടുക്കുമ്പോൾ അതിന് രണ്ട് റീജിയൻസ് ഉണ്ട്. There is a head region, a globular head region, and a tail region. Head region is hydrophilic, that is, it is water loving. And tail region is hydrophobic, that means it is water hating. അപ്പോൾ അതെപ്പോഴും വാട്ടറിൽ നിന്ന് റിപ്പൽ ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണുള്ളത്. There are two layers of lipid molecules in the fatty acid, and the head region of both layers will face to the exterior, whereas the tail region of two layers will face each other. അപ്പോൾ രണ്ടിൻ്റെയും ടെയിൽ റീജിയൻ ഇതുപോലെ പരസ്പരം ഫേസ് ചെയ്തിരിക്കും, ഹെഡ് റീജിയൻ പുറത്തേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. സോ ഹൈഡ്രോഫിലിക് region is in the exterior and hydrophobic region is in the interior. അങ്ങനെയാണ് സത്യത്തിലുള്ളത്. ഇനി ഓപ്ഷൻ സി വായിക്കാം. ലിപ്പിഡ് ബൈലെയേഴ്സ് കണ്ടെയ്ൻ ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് കൊളസ്ട്രോൾ. പ്ലാസ്മ മെംബ്രെയിൻ്റെ ഒരു ലിപ്പിഡ് ബൈലെയർ ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അല്ലെ. ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് എ ലിപ്പിഡ് ബൈലെയർ. ഈ ലിപ്പിഡ് ബൈലെയർ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ടൈപ്പ് ലിപ്പിഡ്സ് ഉൾപ്പെട്ടിട്ടുണ്ട്? ഒരു പ്ലാസ്മ മെംബ്രെയിനിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഫോസ്ഫോലിപ്പിഡ്സ്, കൊളസ്ട്രോൾ ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്, ഇങ്ങനെ 3 തരം ലിപ്പിഡ്സ് ഉൾപ്പെട്ടിട്ടുണ്ട്. ഫോസ്ഫോലിപ്പിഡ്സ്, കൊളസ്ട്രോൾ ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ സിയും ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് ഓപ്ഷൻ ഡി. കാർബോഹൈഡ്രേറ്റ് റെസിഡ്യൂസ് ആർ ലൊക്കേറ്റഡ് ഓൺ ദ സർഫസ്. കാർബോഹൈഡ്രേറ്റ് ഈ പ്ലാസ്മ മെംബ്രെയിനിന്റെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കാണുന്നത്. കാർബോഹൈഡ്രേറ്റ് റെസിഡ്യൂസ് ദേ അപ്പിയർ ഔട്ട്സൈഡ്, അല്ലെങ്കിൽ ദേ ആർ ലൊക്കേറ്റഡ് ഓൺ ദ സർഫസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ. ഓപ്ഷൻ ഡിയും ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ കൂട്ടത്തിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി തന്നിരിക്കുന്നത് ഹൈഡ്രോഫിലിക് ഇന്റീരിയർ എന്നും എക്സ്റ്റീരിയറിൽ ഹൈഡ്രോഫോബിക് എന്നുമാണ്. ബട്ട് ഇൻ റിയാലിറ്റി ഹൈഡ്രോഫിലിക് ഹെഡ് ഇസ് ഫേസിങ് എക്സ്റ്റീരിയർ ആൻഡ് ഹൈഡ്രോഫോബിക് ടെയിൽ ഇസ് ഫേസിങ് ഈച്ച് അതർ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഫേസിങ് to the interior എന്ന് നമുക്ക് പറയാം. So here in this question number 2, correct answer is option B. Question number 3. Fluid mosaic model of membrane includes dash. പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 3 തരം മോഡൽസ് ആണ് ഉള്ളത്. ഫസ്റ്റ് മോഡൽ ഇസ് കോൾഡ് as സാൻഡ്വിച്ച് മോഡൽ. സെക്കൻഡ് മോഡൽ ഇസ് കോൾഡ് as യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ. And third model is called as fluid mosaic model. Out of the 3, the most popular and the most widely accepted model is fluid mosaic model, proposed by Singer and Nicholson. According to fluid mosaic model, എന്താണ് ഇവിടുത്തെ സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം. ഫ്ലൂയിഡ് മൊസൈക് മോഡൽ സിംഗർ ആൻഡ് നിക്കോൾസൺ പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ അതൊരു റിജിഡ് മോഡൽ അല്ല. ഇറ്റ് ഇസ് എ ക്വാസി ഫ്ലൂയിഡ് സ്റ്റേറ്റ്. ക്വാസി എന്ന വാക്കിന്റെ അർത്ഥം ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ പാർഷ്യൽ എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. അതായത് ഇത് പാർഷ്യലി ഫ്ലൂയിഡ് സ്റ്റേറ്റിലാണ് കാണുന്നത്. ഇറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി സോളിഡ് ആൻഡ് റിജിഡ്. പ്ലാസ്മ മെംബ്രെയിനിൽ എന്ന് പറയുമ്പോൾ അതിൽ ബൈലിപ്പിഡ് ലെയർ ഉണ്ട്, ബയോമോളിക്കുലാർ ലെയർ ഓഫ് ലിപ്പിഡ്. ഓക്കെ, അതുണ്ട്. അതുകൂടാതെ പ്രോട്ടീൻ മോളിക്യൂൾസ് ആർ എംബെഡഡ് ഇൻ ദിസ് ലിപ്പിഡ് ലെയർ. ആൻഡ് ദർ ആർ 2 types of protein molecules, intrinsic protein molecules and extrinsic protein molecules. Intrinsic protein molecules will penetrate throughout the lipid layer, and extrinsic means they are embedded on the exterior of the lipid layer. അങ്ങനെ 2 type of protein molecules ഉണ്ട്. അപ്പോൾ ഫ്ലൂയിഡ് മൊസൈക് മോഡലിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൊളസ്ട്രോൾ molecules in the membrane increase the stability of the membrane. Membrane
proteins are fixed and cannot move. Membrane contains bimolecular leaflet of lipids. Permeability of drug across cell membrane is dependent on their solubility in water. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. പ്ലാസ്മ മെംബ്രെയിനിൽ കൊളസ്ട്രോൾ മോളിക്യൂൾസ് ഉണ്ട്. കാരണം ലിപ്പിഡ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ലിപ്പിഡ് വരാം. സെൽ മെംബ്രെയിനിലുള്ള ലിപ്പിഡ് എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ലിപ്പിഡ് വരാം. ഒന്ന് ഫോസ്ഫോലിപ്പിഡ്, മറ്റൊന്ന് ഗ്ലൈക്കോലിപ്പിഡ്, പിന്നൊന്ന് കൊളസ്ട്രോൾ. ഇതിൽ കൊളസ്ട്രോൾ മോളിക്യൂൾസിന്റെ ഫംഗ്ഷൻ എന്താണ്? ദിസ് കൊളസ്ട്രോൾ മോളിക്യൂൾ ഇറ്റ് റെഡ്യൂസസ് ദ പെർമിയബിലിറ്റി ഓഫ് ദ മെംബ്രെയിൻ. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇറ്റ് ഇൻക്രീസസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ മെംബ്രെയിൻ. അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യലല്ല കൊളസ്ട്രോളിന്റെ ഫംഗ്ഷൻ. കൊളസ്ട്രോൾ റെഡ്യൂസസ് ദ പെർമിയബിലിറ്റി ഓഫ് മെംബ്രെയിൻ. ഓപ്ഷൻ ബി നോക്കാം. മെംബ്രെയിൻ പ്രോട്ടീൻസ് ആർ ഫിക്സ്ഡ് ആൻഡ് കനോട്ട് മൂവ്. പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ അനുസരിച്ച് പ്ലാസ്മ മെംബ്രെയിൻ ഇസ് നോട്ട് എ റിജിഡ് സ്ട്രക്ചർ. ഇറ്റ് ഫോളോസ് എ ക്വാസി ഫ്ലൂയിഡ് സ്ട്രക്ചർ. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിനിലെ പ്രോട്ടീൻസ് ഫിക്സ്ഡ് അല്ല. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് ഫിക്സ്ഡ് എന്നാണ്, ആൻഡ് ഇറ്റ് കനോട്ട് മൂവ് എന്ന് തന്നിരിക്കുന്നു. സോ ഓപ്ഷൻ ബി ഇസ് ഓൾസോ എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ സി നോക്കാം. മെംബ്രെയിൻ കണ്ടെയ്ൻസ് ബൈമോളിക്കുലാർ ലീഫ്ലെറ്റ് ഓഫ് ലിപ്പിഡ്സ്. അതായത് മെംബ്രെയിനിൽ ലിപ്പിഡിന്റെ ഒരു ഡബിൾ ലെയർ ഉണ്ടെന്നാണ് തന്നിരിക്കുന്നത്. അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ഒരു പ്ലാസ്മ മെംബ്രെയിനിൽ ഒരു ലിപ്പിഡ് മോളിക്യൂളിന്റെ ഡബിൾ ലെയർ ഓഫ് ലിപ്പിഡ് മോളിക്യൂൾസ് ഉണ്ട്. ഓപ്ഷൻ ഡി നോക്കാം. Permeability of drugs across cell membrane is dependent on their solubility in water. അതായത് പെർമിയബിലിറ്റി ഓഫ് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ഓരോ സെല്ലിനകത്തേക്ക് എത്തുന്നത് ആക്ച്വലി ദേ പാസ് അല്ലെങ്കിൽ ദേ ഡിഫ്യൂസ് പാസീവ്ലി ത്രൂ ദ പ്ലാസ്മ മെംബ്രെയിൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോല്യുബിൾ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ദാറ്റ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഡ്രഗ്സ് ഡിഫ്യൂസ് പാസീവ്ലി ത്രൂ ദ പ്ലാസ്മ മെംബ്രെയിൻ. So in this particular question number 3, the only correct option is option C. Only correct statement is option C. That is, the plasma membrane contains bimolecular leaflet of lipid. So the correct answer is option C. Next question. All the following lipids are present in cell membranes except. Question number 4 തന്നിരിക്കുന്നതാണ്. പ്ലാസ്മ മെംബ്രെയിനിൽ പലതരം ലിപ്പിഡ്സ് ഉണ്ട്. അതിൽ ഉൾപ്പെടാത്ത ലിപ്പിഡ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ലെസിത്തിൻ, കൊളസ്ട്രോൾ, സ്പിൻചോമൈലിൻ, ട്രൈ അസൈൽ ഗ്ലിസറോൾ. Actually, there are 3 types of lipids in a plasma membrane. Which are the 3 types? One is phospholipid, then cholesterol, and glycolipids. But here, in this question, cholesterol is given. അല്ലെ, കൊളസ്ട്രോൾ തന്നിട്ടുണ്ട്, പക്ഷെ ഫോസ്ഫോലിപ്പിഡിൻ്റെയോ അങ്ങനെയൊന്നും പേര് മെൻഷൻ ചെയ്തിട്ടില്ല. ലുക്ക് അറ്റ് ഓപ്ഷൻ എ, ലെസിത്തിൻ. ലെസിത്തിൻ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫോസ്ഫോലിപ്പിഡ് വിച്ച് ഇസ് സീൻ ഇൻ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ ലെസിത്തിൻ ഇസ് എ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആയിട്ടുള്ളൊരു ലിപ്പിഡാണ്. കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ ഇസ് എ ലിപ്പിഡ് പ്രസന്റ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. അതും ശരിയാണ്. സ്പിൻചോമൈലിൻ. വാട്ട് ഇസ് സ്പിൻചോമൈലിൻ? Sphingomyelin is a phospholipid which is present in cell membrane. അപ്പോൾ അതൊരു ഫോസ്ഫോലിപ്പിഡിന്റെ എക്സാമ്പിൾ ആണ്. ലാസ്റ്റ് ഓപ്ഷൻ, ട്രൈഅസൈൽ ഗ്ലിസറോൾ. ട്രൈഅസൈൽ ഗ്ലിസറോൾ ഇസ് നോട്ട് പ്രസന്റ് ഇൻ പ്ലാസ്മ മെംബ്രെയിൻ. സോ ട്രൈഅസൈൽ ഗ്ലിസറോൾ ആണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 4 ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4, ട്രൈഅസൈൽ ഗ്ലിസറോൾ. ബിക്കോസ് ബാക്കി 3 ഓപ്ഷൻസും ലെസിത്തിനും സ്പിൻചോമൈലിനും എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ്സിന്റെ എക്സാമ്പിൾ ആണ്. ഒരു പ്ലാസ്മ മെംബ്രെയിനിൽ 3 തരം ലിപ്പിഡ് മോളിക്യൂൾസ് ആണുള്ളത്: ഫോസ്ഫോലിപ്പിഡ്, കൊളസ്ട്രോൾ ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5. ഓൾ ദ ഫോളോയിങ് ആർ ചാനൽ ഫോമേഴ്സ് എക്സെപ്റ്റ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചാനൽ ഫോമേഴ്സ് എന്ന വാക്കിന്റെ അർത്ഥം അറിയണം. എന്താണ് ഈ ചാനൽ ഫോമേഴ്സ്? ചാനൽ ഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ചാനൽ പ്രോട്ടീൻസ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ചാനൽ പ്രോട്ടീൻസ് അല്ലെങ്കിൽ കാരിയർ പ്രോട്ടീൻസ് എന്നൊക്കെ പറയില്ലേ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന, അതാണ് ഈ ചാനൽ ഫോമേഴ്സ്. ചാനൽ ഫോമേഴ്സ് ദേ ആർ ഓൾസോ കോൾഡ് ആസ് അയണോഫോഴ്സ്. They are also called as ionophores. And here
The channel formers, they are molecules which transport ions across cell membrane. സെൽ മെംബ്രെയിൻ്റെ കുറുകെ അയോൺസിനെ, അതായത് സോഡിയം പൊട്ടാസ്യം പോലുള്ള അയോൺസിനെ സെൽ മെംബ്രെയിൻ്റെ കുറുകെ സഞ്ചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മോളിക്യൂൾസിനെയാണ് ചാനൽ ഫോമേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ ഓൾസോ കോൾഡ് ആസ് അയണോഫോഴ്സ്. And these ionophores reversibly bind and transport ions across plasma membrane. അതായത് അവർ ആദ്യം ഒരു അയോണുമായിട്ട് ബൈൻഡ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ കൺഫർമേഷനിൽ ചേഞ്ച് വരും, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള പോറിൽ കൂടി കടന്നു വരും, ആൻഡ് റിവേഴ്സിബിൾ ആണ്. ദെൻ ദേ വിൽ റിലീസ് ദാറ്റ് പെർട്ടിക്കുലർ അയോൺ. സോ ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ ബൈൻഡിങ്. ആൻഡ് ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കുക: ഗ്രാമിസിഡിൻ, അമെലോജെനിൻ, വാലിനോമൈസിൻ. ഇതെല്ലാം ചാനൽ ഫോമേഴ്സിന്റെ എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ അയണോഫോറിന്റെ എക്സാമ്പിൾ ആണ്. ദർ ഇസ് എ വെരി ഹ്യൂജ് ലിസ്റ്റ് ഓഫ് അയണോഫോഴ്സ്. കുറേ മോളിക്യൂൾസ് അയണോഫോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ 3 എണ്ണത്തിന്റെ പേരാണ് ഈ തന്നിരിക്കുന്നത്: ഗ്രാമിസിഡിൻ, അമെലോജെനിൻ, വാലിനോമൈസിൻ. ഇതെല്ലാം ചാനൽ ഫോമേഴ്സ് ആണ്. ഇതിൽ ഒരേ ഒരു എക്സെപ്ഷൻ ആണുള്ളത്, അത് ഗ്ലൂട്ടാമേറ്റ് ആണ്. എന്താണ്? ഗ്ലൂട്ടാമേറ്റ്. ഗ്ലൂട്ടാമേറ്റ് വി നോ ദാറ്റ് ഇറ്റ് ഇസ് എൻ അസിഡിക് അമിനോ ആസിഡ് അല്ലെ. ഗ്ലൂട്ടാമിക് ആസിഡിന്റെ അസിഡിക് അമിനോ ആസിഡ് ആണ് ഗ്ലൂട്ടാമേറ്റ്. അപ്പൊ ഇതിൽ ചാനൽ ഫോമേഴ്സ് അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഗ്ലൂട്ടാമേറ്റ് ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 ഇതാണ്: സിംപോർട്ട് സിസ്റ്റം ഓപ്പറേറ്റ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഡാഷ്. സിംപോർട്ട് സിസ്റ്റം ഓപ്പറേറ്റ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഡാഷ്. എന്താണ് ഈ സിംപോർട്ട് സിസ്റ്റം എന്ന് നമ്മൾ ആദ്യം അറിയണം. സിംപോർട്ട് സിസ്റ്റം മീൻസ് ഇറ്റ് ഈസ് എ ട്രാൻസ്പോർട്ട് ഓഫ് proteins that that simultaneously transport 2 molecules across the plasma membrane. അതായത് സിംപോർട്ട് എന്ന് പറയുന്നത് they are actually protein molecules that transport molecules. ഇവിടെ സിംപോർട്ട് എന്ന പേര് വരാനുള്ള കാരണം because simultaneously they can transport 2 different molecules across the plasma membrane. സിംപോർട്ടിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് സോഡിയം ക്ലോറിൻ സിംപോർട്ട് ആണ്. സോഡിയം അയോൺ ആൻഡ് ക്ലോറിൻ അയോണിനെ ഒരേ സമയം സെയിം ഡയറക്ഷനിൽ ചെയ്യാൻ പറ്റുന്ന, ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മോളിക്യൂൾ ഒരു സ്ട്രക്ചർ ആണ് സിംപോർട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്, ആന്റിപോർട്ട്. ആന്റിപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈമൾട്ടേനിയസ്ലി 2 മോളിക്യൂൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യും, ബട്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരാളെ ഇന്റീരിയറിലേക്കും ഒരാളെ എക്സ്റ്റീരിയറിലേക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ആന്റിപോർട്ട്. സിംപോർട്ട് എന്ന് പറയുന്നത് the 2 molecules are transported in the same direction. അതിന്റെ എക്സാമ്പിൾ ആണ് സോഡിയം ക്ലോറൈഡ് പോലുള്ള അയോണുകൾ ട്രാൻസ്പോർട്ട്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ ബൈകാർബണേറ്റ്, കാൽഷ്യം, ഗ്ലൂക്കോസ് ഒന്നും നമുക്കറിയില്ല. ക്ലോറൈഡ് നമുക്കറിയാം, കാരണം സോഡിയം ആൻഡ് ക്ലോറൈഡ് സിംപോർട്ട് ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് സിംപോർട്ട് സിസ്റ്റം. So what is symport system? They are actually protein molecules that transport 2 molecules simultaneously in the same direction. அடுத்தது question number 7. One of the amino acids listed below is not basic. താഴെ തന്നിരിക്കുന്നതിൽ ബേസിക് അമിനോ ആസിഡ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേസിക് അമിനോ ആസിഡ് അല്ലെങ്കിൽ നമുക്ക് അമിനോ ആസിഡ്സിനെ ആകെ 3 കാറ്റഗറൈസ് ചെയ്യാം, 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് അസിഡിക് അമിനോ ആസിഡ്, ദെൻ ബേസിക് അമിനോ ആസിഡ്, ദെൻ ന്യൂട്രൽ അമിനോ ആസിഡ്. This classification is based upon the number of amino groups and carboxylic group in that amino acid. If the number of carboxylic group is higher than amino group, that particular amino acid is called as an acidic amino acid. അതായത് കാർബോക്സിലിക് ഗ്രൂപ്പിന്റെ എണ്ണമാണ് കൂടുതലെങ്കിൽ അത് അസിഡിക് അമിനോ ആസിഡ്. NH2 ഗ്രൂപ്പ് ആണ്, അമിനോ ഗ്രൂപ്പ് ആണെങ്കിൽ കൂടുതലെങ്കിൽ അതിന് ബേസിക് അമിനോ ആസിഡ് എന്ന് പറയും. If the number of carboxylic amino acid is equal to the number of amino group, കാർബോക്സിലിക് ഗ്രൂപ്പിന്റെ അമിനോ ഗ്രൂപ്പിന്റെ നമ്പർ ഈക്വൽ ആണെങ്കിൽ അതിനെ ന്യൂട്രൽ അമിനോ ആസിഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ തന്നിരിക്കുന്നതിൽ ബേസിക് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആസിഡിക്കും ന്യൂട്രലും ഒക്കെ അറിയണം, എന്നാലേ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആസിഡിക് അമിനോ ആസിഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആസിഡിക് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് ടോട്ടൽ 2 അമിനോ ആസിഡ്സിനെയാണ് ആസിഡിക് ആയിട്ട് കണക്കാക്കുന്നത്. ദ ആസിഡിക് അമിനോ ആസിഡ്സ് ആർ
അസ്പാർട്ടേറ്റ് ആൻഡ് ഗ്ലൂട്ടാമേറ്റ്. അതായത് അസ്പാർട്ടിക് ആസിഡും ഗ്ലൂട്ടാമിക് ആസിഡിനെയുമാണ് അസിഡിക് അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. അസ്പാർട്ടേറ്റ് ആൻഡ് ഗ്ലൂട്ടാമേറ്റ്. അങ്ങനെയാണെങ്കിൽ ബേസിക് അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? There are three basic amino acids. One is arginine, then histidine, and the third one is lysine. Arginine, histidine, and lysine are the three basic amino acids. ന്യൂട്രൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് 5 എണ്ണമാണ്. ബാക്കി 15 അമിനോ ആസിഡ്സും ന്യൂട്രൽ അമിനോ ആസിഡ്സ് ആണ്. സോ വൺസ് അഗെയിൻ, വിച്ച് ആർ ദ അസിഡിക് അമിനോ ആസിഡ്സ്? Aspartate and glutamate. Which are the basic amino acids? Arginine, histidine, and lysine. So remaining 15 are neutral amino acids. Now let's come back to the question number 7. One of the amino acids listed below is not basic. അപ്പൊ നമ്മൾ നോക്കി ബേസിക്കിന്റെ ഏതൊക്കെയാണ് എക്സാമ്പിൾ നമ്മൾ പഠിച്ചത്? അർജിനൈൻ, ഹിസ്റ്റഡിൻ, ലൈസിൻ. അത് 3 ഓപ്ഷനിലുണ്ട്. അതല്ലാത്ത ഒരാളും കൂടെ തന്നിട്ടുണ്ട്. അത് ഗ്ലൂട്ടാമിൻ ആണ്. ഓപ്ഷൻ സി, ഗ്ലൂട്ടാമിൻ. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 7 is ഓപ്ഷൻ സി, ഗ്ലൂട്ടാമിൻ. അടുത്തത് നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 8. വിച്ച് ഓഫ് ദ ഫോളോയിങ് അമിനോ ആസിഡ് ഹാസ് എ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് അമിനോ ആസിഡിനാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ളത്? ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് അമിനോ ആസിഡ് ഹാസ് എ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ, നമ്മളുടെ കയ്യിൽ ഉള്ള മൊത്തം 20 അമിനോ ആസിഡ്സിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ളത് 2 അമിനോ ആസിഡുകൾക്കാണ്. വൺ ഇസ് സെറിൻ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ത്രിയോനിൻ. സെറീനും ത്രിയോനിനുമാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുകളുള്ള അമിനോ ആസിഡ്സ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പാണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുള്ള അമിനോ ആസിഡ്സ് സെറീനും ത്രിയോനിനുമാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്തൊക്കെയുണ്ട്? വെലൈൻ, ത്രിയോനിൻ, ല്യൂസിൻ, histidine. So the answer is very clear. The correct answer is option B, threonine. അടുത്തത് question number 9. All the following amino acids are acidic except. താഴെ തന്നിരിക്കുന്നതിൽ acidic amino acidsന്റെ എക്സാമ്പിൾസ് ആണ്. ഒരെണ്ണം മാത്രം എക്സെപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമേ ആലോചിക്കണം ഏതൊക്കെയാണ് acidic amino acids എന്ന് നോക്കണം. There are only 2 acidic amino acids, aspartic acid and glutamic acid. അത് രണ്ടും ഓപ്ഷനിൽ തന്നിട്ടുണ്ട് അല്ലേ? aspartic acid is option A, option C is glutamic acid. അപ്പോൾ അതല്ല എന്ന് നമുക്ക് മനസ്സിലായി. എക്സെപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സംശയം ടൈറോസിനും ത്രിയോനിനും തമ്മിലാണ്. ടൈറോസിൻ ആൻഡ് ത്രിയോനിൻ, ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? അപ്പോൾ ഭയങ്കര സംശയം വരും. അപ്പൊ ഇതെന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസർ? This tyrosine has a very peculiar property. Tyrosine is actually a neutral amino acid, but at pH 7, അതായത് ന്യൂട്രൽ pHൽ this tyrosine is acidic. Listen, tyrosine is an acidic amino acid, so it behaves like an acidic amino acid at pH 7. അപ്പോൾ pH 7 എത്തുമ്പോൾ ടൈറോസിൻ ഒരു acidic amino acid ആയിട്ട് ഫങ്ഷൻ ചെയ്യും. സോ ഇവിടെ ന്യൂട്രൽ ആയിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ത്രിയോനിൻ മാത്രമാണ്. കാരണം aspartic ആസിഡും ഗ്ലൂട്ടാമിക് ആസിഡും എനിവേ ഇറ്റ് ഈസ് അസിഡിക്. ടൈറോസിൻ ആക്ട്സ് ആസ് ആൻ acidic amino acid at pH 7. പിന്നെ അതിൽ ബാക്കി എക്സെപ്ഷൻ വരുന്നത് ത്രിയോനിൻ മാത്രമാണ്. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 9 is option D, threonine. Now question number 10. All the following are branched chain amino acids except. ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നോർമൽ ഇതിൽ നിന്ന് സൈഡ് ബ്രാഞ്ചസ് വരുന്നതിനെയാണ് നമ്മൾ ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ പഠിക്കണം ഏതൊക്കെയാണ് ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് എന്ന്. ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് ടോട്ടൽ ദർ ആർ 3 ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ്. ദേ ആർ ല്യൂസീൻ, ഐസോല്യൂസീൻ ആൻഡ് വാലൈൻ. ല്യൂസിൻ, ഐസോല്യൂസിൻ ആൻഡ് വാലൈൻ ആർ ദ 3 ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ്. അപ്പൊ ആ ഓപ്ഷൻസ് നോക്കാം. അവിടെ ല്യൂസിൻ, ഐസോല്യൂസിൻ, വാലൈൻ 3 തന്നിട്ടുണ്ട്. അത് കൂടാതെ അതിൽ പെടാത്ത ഒരു എക്സെപ്ഷനും തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ത്രിയോനിൻ. So threonine is not a branched chain amino acid. So the correct answer for question number 10 is option D, threonine. அடுத்தது question number 11.
All the following are sulfur containing amino acids except. താഴെ തന്നിരിക്കുന്നതിൽ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സിന്റെ ലിസ്റ്റ് ആണ്, പക്ഷെ അതിൽ ഒരെണ്ണം മാത്രം എക്സെപ്ഷൻ ആണ്. അതേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം അറിയണം ഏതൊക്കെയാണ് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ്. എൻ്റെ 20 അമിനോ ആസിഡ്സിന്റെ ലിസ്റ്റിൽ 2 സൾഫർ ഉള്ളത്, അല്ലെങ്കിൽ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അതായത് അവരുടെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ അതിൽ എസ് എന്ന് മാർക്ക് ചെയ്യും. എസ് ഡിനോട്ട്സ് സൾഫർ. ആൻഡ് ദ 2 sulfur containing amino acids are methionine and cysteine. Cysteine and methionine are the sulfur containing amino acids. അപ്പോൾ ഓപ്ഷൻ എയും ബിയും അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഓപ്ഷൻ സിയും ഡിയും തമ്മിലേ സംശയമുള്ളൂ. ഹോമോസിസ്റ്റീൻ ആൻഡ് ത്രിയോനിൻ, അങ്ങനെ 2 തന്നിട്ടുണ്ട്, ഹോമോസിസ്റ്റീനും ത്രിയോനിനും. ഇതില് ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഫോം ഓഫ് സിസ്റ്റീൻ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് സൾഫർ. ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫോം ഓഫ് സിസ്റ്റീൻ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് സൾഫർ. സോ ദ ഓൺലി ലെഫ്റ്റ് ഔട്ട് അല്ലെങ്കിൽ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ ത്രിയോനിൻ മാത്രമാണ്. ത്രിയോനിൻ ഡസ് നോട്ട് കണ്ടെയ്ൻ സൾഫർ. സോ ദ കറക്റ്റ് ആൻസർ for question number 11 is option D, threonine. It is not a sulfur containing amino acid. Next is question number 12. Guanidinium group is present in dash. എന്താണ് guanidinium group എന്ന് പറയുന്നത്? Guanidinium group എന്ന് പറയുന്നത് it is actually a functional group to recognize and bind anions using ion pairing and hydrogen bonding. It is a functional group that is used to recognize and bind anions. Anions എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ് ആണ് anions, using ion pairing and hydrogen bonding. This guanidinium group is present in which amino acid? Guanidinium group is present only in arginine. Guanidinium group is present only in arginine. So the answer is option A. ട്രിപ്റ്റോഫാനിലോ ഹിസ്റ്റഡിനിലോ പ്രൊലൈനിലോ ഒന്നും തന്നെ ഗ്വാനീഡിയം ഗ്രൂപ്പ് ഇല്ല. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 13. ഇൻഡോൾ റിംഗ് ഇസ് പ്രസന്റ് ഇൻ ഡാഷ്. എന്തിലൊക്കെയാണ് ഇൻഡോൾ റിംഗ് ഉള്ളത്? ഇൻഡോൾ റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബെൻസീൻ റിംഗും അതോടൊപ്പം തന്നെ ഒരു നൈട്രജൻ അടങ്ങിയ ഒരു റിംഗ്, ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ആണ് ഇൻഡോൾ റിംഗ് എന്ന് പറയുന്നത്. ബെൻസീൻ റിംഗും അതിൻ്റെ ഒപ്പം ഒരു നൈട്രജന്റെ ഒരു റിംഗും കൂടി ചേർന്നതാണ് ഇൻഡോൾ റിംഗ് എന്ന് പറയുന്നത്. ഇൻഡോൾ റിംഗ് ഇസ് പ്രസന്റ് ഇൻ 1 amino acid and that is tryptophan. So indole ring is present in tryptophan. Indole ring is present in tryptophan. So the correct answer for question number 13 is option B, tryptophan. Question number 14. The following amino acids have hydrophobic side chain except. താഴെ തന്നിരിക്കുന്നതിൽ ഹൈഡ്രോഫോബിക് സൈഡ് ചെയിൻ ഉള്ള അമിനോ ആസിഡ്സിന്റെ ലിസ്റ്റ് ആണ് തന്നിരിക്കുന്നത്, പക്ഷെ അതിൽ ഒരെണ്ണം മാത്രം തെറ്റാണ്. എന്താണ് ഈ ഹൈഡ്രോഫോബിക് അമിനോ ആസിഡ്സ്? ഹൈഡ്രോഫോബിക് അമിനോ ആസിഡ്സ് ടോട്ടൽ 9 എണ്ണമാണുള്ളത്. There are 9 hydrophobic amino acids and I'll give you the list of 9 hydrophobic amino acids. Glycine, alanine, valine, leucine, isoleucine, proline, phenylalanine, methionine, tryptophan. Once again, glycine, alanine, valine, leucine, isoleucine, proline, phenylalanine, methionine, tryptophan. These are the 9 amino acids which have a hydrophobic side chain. ഹൈഡ്രോഫോബിക് അതായത് വാട്ടർ റിപ്പല്ലിംഗ് ആയിട്ടുള്ള സൈഡ് ചെയിൻ ഉള്ള 9 അമിനോ ആസിഡ്സിന്റെ ലിസ്റ്റാണ് ഞാനിപ്പോൾ വായിച്ചത്. ഇതിൽ ടൈറോസിൻ തന്നിട്ടുണ്ട്. നമുക്കൊരു സംശയം വരുന്നത് ല്യൂസിനും വാലിനും ഓപ്ഷൻ സിയും ഡിയും അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ സംശയം ടൈറോസിനും ലൈസിനും തമ്മിലാണ്. കാരണം ഇപ്പൊ വായിച്ച ലിസ്റ്റിൽ ടൈറോസിനും ഇല്ല, ലൈസീനും ഇല്ല. But tyrosine is a peculiar amino acid. Tyrosine is partially hydrophobic. Tyrosine is partially hydrophobic. നമ്മൾ ഓൾറെഡി പറഞ്ഞു tyrosine is acidic at neutral pH അല്ലെ, pH 7 ഇറ്റ് is acidic. അപ്പൊ അതുപോലെ തന്നെ
ടൈറോസിൻ ഇസ് പാർഷ്യലി ഹൈഡ്രോഫോബിക്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൈഡ്രോഫോബിക് സൈഡ് ചെയിൻ ഉള്ള അമിനോ ആസിഡ്സിന്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതിൽ എക്സെപ്ഷൻ ആരാണ്, അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ടൈറോസിൻ ഇറ്റ് ഇസ് പാർഷ്യലി ഹൈഡ്രോഫോബിക്. ഓപ്ഷൻ സി ആൻഡ് ഡി ല്യൂസിൻ ആൻഡ് വാലിൻ ദേ ആർ ഹൈഡ്രോഫോബിക് അമിനോ ആസിഡ്. പിന്നെ അതിൽ ഹൈഡ്രോഫോബിക് അല്ലാത്തതെന്ന് പറയുന്നത് ലൈസീൻ മാത്രമാണ്. ലൈസീൻ ഡസ് നോട്ട് ഹാവ് എ ഹൈഡ്രോഫോബിക് side chain. Question number 14. Imidazole ring is present in dash. Imidazole ring എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സൈഡ് ചെയിൻ ആണ്. And this imidazole ring is a nitrogen containing ring, and this ring is present only in histidine. Imidazole ring is present in histidine. Imidazole ring is present in histidine. അടുത്തത് pyrrolidine ring is present in which of the following amino acid? Pyrrolidine ring. Pyrrolidine ring എന്ന് പറയുന്നത് ഒരു again it is a ഒരു 5-membered ring ആണ്. pyrrolidine ring എന്ന് പറയുന്നത് 5-membered ring ആണ്. അതിലൊരു നൈട്രജൻ ആറ്റം ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ 5-membered റിങ്ങിനെയാണ് പൈറോളിഡിൻ റിംഗ് എന്ന് പറയുന്നത്. അത് ഉള്ളത് ഒരേ ഒരു അമിനോ ആസിഡിലാണ്, അത് പ്രൊലൈൻ ആണ്. പൈറോളിഡിൻ പ്രൊലൈൻ, അങ്ങനെ ഓർക്കുക. പൈറോളിഡിൻ റിംഗ് ഉള്ളത് പ്രൊലൈനിലാണ്. Question number 17. Which of the following amino acids have a non-polar side chain? താഴെ തന്നിരിക്കുന്നതിൽ നോൺ പോളാർ സൈഡ് ചെയിൻ ഉള്ള അമിനോ ആസിഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ദർ ആർ 8 നോൺ പോളാർ അമിനോ ആസിഡ്സ്. There are 8 non-polar amino acids. So which are they? I'll give you the list of non-polar amino acids. Alanine, leucine, isoleucine, proline, tryptophan, valine, phenylalanine, methionine. ഇതൊക്കെയാണ് നോൺ പോളാർ സൈഡ് ചെയിൻ ഉള്ളവർ. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നോൺ പോളാർ സൈഡ് ചെയിൻ ഉള്ളത് ആരാണെന്നാണ്. ഞാൻ ഈ വായിച്ച ലിസ്റ്റ് ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. അലനിൻ, ല്യൂസിൻ, ഐസോല്യൂസിൻ, പ്രൊലൈൻ, ട്രിപ്റ്റോഫാൻ, വാലിൻ, ഫീനൈലലാനിൻ, മെത്തിയോനൈൻ. അപ്പൊ ഇതിൽ ഒരെണ്ണം മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ. അതേതായിരുന്നു? ഓപ്ഷൻ ബി വാലൈൻ അല്ലെ. വാലിൻ മാത്രമാണ് നോൺ പോളാർ സൈഡ് ചെയിൻ ഉള്ള അമിനോ ആസിഡിന്റെ എക്സാമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ദ കറക്റ്റ് ആൻസർ ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 17, ഓപ്ഷൻ ബി വാലൈൻ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 18. All the following are glucogenic amino acids except. അമിനോ ആസിഡ്സിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. വൺ ഇസ് കോൾഡ് ആസ് ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്, അനദർ ഗ്രൂപ്പ് ഇസ് കോൾഡ് ആസ് കീറ്റോജനിക് അമിനോ ആസിഡ്. ദെൻ ഒരു മിഡിൽ ഗ്രൂപ്പ് ഉണ്ട്, ബോത്ത് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ്. അപ്പോൾ നമുക്ക് വേറൊരു ക്ലാസിഫിക്കേഷൻ അറിയാം, എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നല്ലേ. അതായത് ബോഡിക്ക് ഡയറ്റ് വഴി ആവശ്യമുള്ളത് എസെൻഷ്യൽ, ബോഡി സ്വയം സിന്തസൈസ് ചെയ്യുന്നത് നോൺ എസെൻഷ്യൽ. അപ്പോൾ ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്സിന്റെ പേര് ആദ്യം ഞാൻ വായിക്കാം. ഗ്ലൂക്കോജനിക്കിൽ തന്നെ എസെൻഷ്യലും നോൺ എസെൻഷ്യലും ഉണ്ട്. നോൺ എസെൻഷ്യൽ ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്സ് ആർ അലനിൻ, അർജിനൈൻ, അസ്പരാജിൻ, സിസ്റ്റീൻ, ഗ്ലൂട്ടാമേറ്റ്, ഗ്ലൂട്ടാമിൻ, ഗ്ലൈസീൻ, ഹിസ്റ്റിഡിൻ, പ്രൊലൈൻ, സെറീൻ, അസ്പാർട്ടേറ്റ്. ഇപ്പൊ ഇതിൽ തന്നെ കുറച്ച് പേരുകൾ ഞാൻ വായിച്ചു. ഇനി ഗ്ലൂക്കോജനിക്കിന്റെ പേരാണ് നമ്മളോട് ചോദിച്ചത്. ഈ ഓപ്ഷൻസ് ഒന്ന് വായിച്ചേ. ഗ്ലൈസീൻ, സെറിൻ, ല്യൂസിൻ, അസ്പാർട്ടിക് ആസിഡ്. ഇതിൽ ഗ്ലൂക്കോജനിക്ക് അല്ലാത്തത് ഏതെന്ന് ഒന്നും കൂടി നോക്കാം. ഞാൻ ആ ലിസ്റ്റ് ഒരിക്കൽ കൂടി വായിക്കാം. അലനിൻ, അർജിനൈൻ, അസ്പരാജിൻ, സിസ്റ്റീൻ, ഗ്ലൂട്ടാമേറ്റ്, ഗ്ലൂട്ടാമിൻ, ഗ്ലൈസീൻ, ഹിസ്റ്റിഡിൻ, പ്രൊലൈൻ, സെറീൻ, അസ്പാർട്ടേറ്റ്. ഇനി എസെൻഷ്യൽ ഗ്ലൂക്കോജനിക് ആണെങ്കിലോ മെത്തിയോനൈൻ, ത്രിയോനിൻ, വാലൈൻ. ഓക്കെ, അപ്പൊ ഇതില് ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ഉൾപ്പെടാത്തത് ഇതിൽ ഒരെണ്ണം മാത്രമേ ഞാൻ പേര് വായിക്കാതെ ഉള്ളൂ, അത് ല്യൂസീൻ ആണ്, ഓപ്ഷൻ സി. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 18 ഇസ് ഓപ്ഷൻ സി, ല്യൂസീൻ. അങ്ങനെയാണെങ്കിൽ ബോത്ത് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക്കിന്റെ പേര് കൂടി നമുക്കൊന്ന് പഠിക്കാം. ബോത്ത് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക്കിലെ
എക്സാമ്പിൾ നോൺ എസെൻഷ്യൽ എക്സാമ്പിൾ ടൈറോസിൻ ആണ്, വിച്ച് ഇസ് ബോത്ത് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക്. Essential amino acid which is both glucogenic and ketogenic is isoleucine, phenylalanine, tryptophan. Isoleucine, phenylalanine and tryptophan. ഇനി കീറ്റോജനിക് ആയിട്ടുള്ള അമിനോ ആസിഡ്, കീറ്റോജനിക് ആയിട്ടുള്ള അമിനോ ആസിഡിന്റെ പേരാണ് ല്യൂസിനും ലൈസീനും. ല്യൂസിനും ലൈസീനും കീറ്റോജനിക് ആൻഡ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 19. Which of the following amino acids has a net positive charge at physiological pH? ഫിസിയോളജിക്കൽ പി എച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ പി എച്ചിനെയാണ് ഫിസിയോളജിക്കൽ പി എച്ച് എന്ന് പറയുന്നത്. നോർമൽ ഓപ്റ്റിമം പി എച്ച് ഓഫ് അവർ ബോഡി ഇസ് റെഫേർഡ് ആസ് ഫിസിയോളജിക്കൽ പി എച്ച്. അപ്പോൾ ഇതിൽ ഏത് അമിനോ ആസിഡിനാണ് ബോഡിയുടെ അകത്ത് ഫിസിയോളജിക്കൽ പി എച്ചിൽ നെറ്റ് പോസിറ്റീവ് ചാർജ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Net positive charge, those amino acids which have a net positive charge at physiological pH are lysine, histidine and arginine. Lysine, histidine and arginine ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ഗ്ലൂട്ടാമിക് ആസിഡ്, ലൈസീൻ, വാലിൻ, ല്യൂസിൻ. അപ്പൊ ഇതിലെ ഓപ്ഷൻ ഏത്? ഒരെണ്ണം മാത്രമേ കറക്റ്റ് പറഞ്ഞുള്ളൂ അല്ലെ? അതേതാണ്? ഓപ്ഷൻ ബി ആണ്, ലൈസീൻ. ഇനി നെറ്റ് നെഗറ്റീവ് ചാർജ് അറ്റ് ഫിസിയോളജിക്കൽ പി എച്ചും കൂടി നമുക്കൊന്ന് പഠിക്കാം. നമുക്കറിയാം ഏതൊക്കെയാണ് രണ്ട് അസിഡിക് അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്. അസിഡിക് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് അസ്പാർട്ടിക് ആസിഡും ഗ്ലൂട്ടാമിക് ആസിഡും ആണ്. കാരണം അതിൽ കാർബോക്സിലിക് ഗ്രൂപ്പിന്റെ എണ്ണം കൂടുതലാണ്. ഇറ്റ് ഇസ് ഹയർ ദാൻ ദ നമ്പർ ഓഫ് അമിനോ ഗ്രൂപ്പ്. അപ്പൊ രണ്ട് കാർബോക്സിലിക് അല്ലെങ്കിൽ അസിഡിക് അമിനോ ആസിഡ്സ് ആണുള്ളത്, അസ്പാർട്ടിക് ആസിഡ് ആൻഡ് ഗ്ലൂട്ടാമിക് ആസിഡ്. At physiological point pH, these acidic amino acids they show a net positive, they show a net negative charge, COO minus ആകും. COO മൈനസ് ആകും at physiological pH. അപ്പൊ നെറ്റ് നെഗറ്റീവ് ചാർജ് കാണിക്കുന്നത് രണ്ട് അസിഡിക് അമിനോ ആസിഡ്സ് ആണ്, അസ്പാർട്ടിക് ആസിഡും ഗ്ലൂട്ടാമിക് ആസിഡും. അങ്ങനെയാണെങ്കിൽ നെറ്റ് പോസിറ്റീവ് ചാർജ് കാണിക്കുന്നത് ആരായിരിക്കും? അപ്പോൾ ബേസിക് അമിനോ ആസിഡ്സ് ആണ്. വിച്ച് ആർ ദ ത്രീ ബേസിക് അമിനോ ആസിഡ്സ്? ഏതൊക്കെയായിരുന്നു? ലൈസീൻ, ഹിസ്റ്റിഡിൻ ആൻഡ് അർജിനൈൻ. ലൈസീൻ, ഹിസ്റ്റിഡിൻ ആൻഡ് അർജിനൈൻ ആർ ദ ത്രീ ബേസിക് അമിനോ ആസിഡ്സ്. ആൻഡ് അറ്റ് ഫിസിയോളജിക്കൽ പി എച്ച് ദേ വിൽ ബി NH3+ ആയിട്ട് കാണും. അതാണ് ഈ നെറ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 20. വിച്ച് ഇസ് ദ കീറ്റോജനിക് അമിനോ ആസിഡ്? താഴെ തന്നിരിക്കുന്നതിൽ കീറ്റോജനിക് ആയിട്ടുള്ള അമിനോ ആസിഡ് ഏതാണ്? കീറ്റോജനിക് മാത്രം എന്ന് പറയുന്നത് ആകെ രണ്ടെണ്ണമേ ഉള്ളൂ. അത് ല്യൂസിനും ലൈസിനുമാണ്. ല്യൂസിനും ലൈസിനുമാണ് കീറ്റോജനിക് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. And these ketogenic amino acids, that is leucine and lysine, they are essential amino acids. That is, body does not synthesize that and we have to സപ്ലൈ ഇറ്റ് ത്രൂ അവർ ഡയറ്റ്. നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതിനെയാണ് കീറ്റോജനിക് അല്ലെങ്കിൽ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ കീറ്റോജനിക് ആയിട്ട് രണ്ട് ആസിഡ്സേ ഉള്ളൂ, അത് ല്യൂസിനും ലൈസിനുമാണ്. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 20 ഇസ് ഓപ്ഷൻ സി, ല്യൂസിൻ. അപ്പൊ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരട്ടെ. Yes. All the following are essential amino acids except. അപ്പോൾ അമിനോ ആസിഡ്സിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. വൺ ഗ്രൂപ്പ് ഇസ് കോൾഡ് ആസ് എസെൻഷ്യൽ അമിനോ ആസിഡ് ആൻഡ് ദ സെക്കൻഡ് ഗ്രൂപ്പ് ഇസ് കോൾഡ് ആസ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് ദേ ആർ നീഡഡ് ഫോർ അവർ ബോഡി, ബട്ട് അവർ ബോഡി കനോട്ട് സിന്തസൈസ് ദാറ്റ് ആൻഡ് വി ഹാവ് ടു സപ്ലൈ ഇറ്റ് ത്രൂ അവർ ഡയറ്റ്. And there are total 9 essential amino acids. And I'll read the list of 9 essential amino acids. Leucine, isoleucine, histidine, lysine, methionine, threonine, phenylalanine, tryptophan and valine.
ഏതൊക്കെയാണ്? ല്യൂസിൻ, ഐസോല്യൂസിൻ, ഹിസ്റ്റിഡിൻ, ലൈസിൻ, മെത്തിയോണിൻ, ത്രിയോണിൻ, ഫീനൈലലാനിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് വാലിൻ. ഇത് 3 ഇത്രയും 9 എണ്ണമുണ്ട് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, താഴെ തന്നിരിക്കുന്നതൊക്കെ എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ പേരാണ്, അതിൽ ഒരെണ്ണം മാത്രം എക്സെപ്ഷൻ ആണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ ലൈസീൻ, ഫീനൈലലാനിൻ, വാലിൻ ഇത് 3 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. ഇതിന് എക്സെപ്ഷൻ ആയിട്ട് തന്നിരിക്കുന്ന ടൈറോസിൻ ആണ്. ടൈറോസിൻ ഇസ് എ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ പേരും കൂടി ഒന്ന് പഠിക്കാം. അർജിനൈൻ, അലനിൻ, അസ്പാർട്ടിക് ആസിഡ്, അസ്പെരാജിൻ, സിസ്റ്റീൻ, ഗ്ലൂട്ടാമിൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, പ്രൊലൈൻ, ഗ്ലൈസീൻ, സെറീൻ, ടൈറോസിൻ. വൺസ് അഗെയിൻ, അർജിനൈൻ, അലനിൻ, aspartic acid, asparagine, cysteine, glutamin, glutamic acid, proline, glycine, serine, tyrosine. ഇത്രയുമാണ് നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്. അപ്പൊ അതിൽ ഒരെണ്ണം ഈ ലിസ്റ്റിൽ തന്നിട്ടുണ്ട്, അതായത് ഓപ്ഷൻ എ. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇസ് ഓപ്ഷൻ എ, ടൈറോസിൻ. അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ആർ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്? ദേ ആർ നോട്ട് സീൻ ഇൻ ദ ടിഷ്യൂ പ്രോട്ടീൻസ്, ദേ കുഡ് നോട്ട് ബി സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി, ദേ ഹാവ് നോ റോൾ ഇൻ ദ ബോഡി മെറ്റബോളിസം, ദേ ഹാവ് അരോമാറ്റിക് റിംഗ് സ്ട്രക്ചർ. ഇതിൽ ആളുകൾക്ക് സംശയം വരുന്നത് ആദ്യത്തെ 3 ഓപ്ഷൻസിന്റെ കാര്യത്തിലായിരിക്കും. ദേ ആർ നോട്ട് സീൻ ഇൻ ദ ടിഷ്യൂ പ്രോട്ടീൻ, ദേ കുഡ് ബി സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി, ദേ ഹാവ് നോ റോൾ ഇൻ ദ ബോഡി മെറ്റബോളിസം. അപ്പൊ നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തത് എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയുക, അല്ലെ? അല്ലെങ്കിൽ അനാവശ്യ അമിനോ ആസിഡ് എന്ന് പറയും. അപ്പൊ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓപ്ഷൻ സി ആണോ എന്നൊരു സംശയം തോന്നും. പക്ഷെ അങ്ങനെയല്ല അതിന്റെ അർത്ഥം. നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ അവർ ബോഡി ക്യാൻ സിന്തസൈസ് ദാറ്റ്. നമ്മുടെ ബോഡിക്ക് നാച്ചുറൽ ആയിട്ട് അത് ആവശ്യത്തിന് സിന്തസൈസ് ചെയ്യാൻ പറ്റും. സോ വി ഡോണ്ട് ഹാവ് ടു സപ്ലൈ ഇറ്റ് ത്രൂ അവർ ഡയറ്റ്. അതാണ് നോൺ എസെൻഷ്യൽ. അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് എന്നല്ല, നമ്മുടെ ശരീരത്തിന് അത് ആവശ്യമുണ്ട്, മെറ്റബോളിസത്തിന് അത് ആവശ്യമുണ്ട്, ബോഡിയുടെ നോർമൽ ഫംഗ്ഷനിങ്ങിന് ആവശ്യമുണ്ട്. പക്ഷെ നമ്മളത് പുറമേ നിന്ന് സപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് അനാവശ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോൺ എസെൻഷ്യൽ എന്നതിന്റെ ഉദ്ദേശം അതാണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് could be synthesized in the body. So the correct answer for question number 2 is option B, because non-essential amino acids could be synthesized in the body. Question number 3. Isoelectric pH. At isoelectric pH, the amino acids and proteins show dash. അപ്പോൾ ആദ്യം നമ്മൾ ഐസോഇലക്ട്രിക് പോയിന്റ് എന്താണെന്ന് അറിയണം. What is isoelectric point? Molecule carries no net electrical charge at an isoelectric point. അതായത് ആ ഒരു പെർട്ടിക്കുലർ കറന്റ് പാസ് ചെയ്യുന്ന സമയത്ത് മോളിക്യൂളിന്റെ നെറ്റ് ചാർജ് 0 ആയിരിക്കും. അതായത് ഒരു അമിനോ ആസിഡിന് ഒരു പോസിറ്റീവ് ഗ്രൂപ്പായ NH ഗ്രൂപ്പ് ഉണ്ട്, നെഗറ്റീവ് ഗ്രൂപ്പായ കാർബോക്സിലിക് ഗ്രൂപ്പ് ഉണ്ട്. ബട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ദ മോളിക്യൂൾ ക്യാരീസ് നോ നെറ്റ് ചാർജ്, അല്ലെങ്കിൽ 0 ആയിരിക്കും അവിടുത്തെ ചാർജ്. ആ ഒരു ചാർജിനെ പറയുന്ന പേരാണ് ഐസോ ഇലക്ട്രിക് pH. ഐസോ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, അതായത് പോസിറ്റീവും നെഗറ്റീവും ഈക്വൽ ആയിട്ട് വരും. ഐസോ ഇലക്ട്രിക് pH എന്ന് പറയും. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻസ് വായിക്കാം. മാക്സിമം നെറ്റ് ചാർജ് ആണോ? അല്ലല്ലോ, 0 അല്ലേ നെറ്റ് ചാർജ് വരേണ്ടത്. അപ്പൊ ഓപ്ഷൻ എ തെറ്റാണ്. മാക്സിമം മൊബിലിറ്റി ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ്. ഐസോ ഇലക്ട്രിക് പോയിന്റിന്റെ അർത്ഥം ഇതാണ്: ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൂടി മൂവ് ചെയ്യുന്ന സമയത്ത് അറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ദ മൊബിലിറ്റി സ്റ്റോപ്സ്. കാരണം മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് അതിന്റെ ചാർജിന്റെ അടിസ്ഥാനത്തിലാണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്കും, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളവര് പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്കും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ മോളിക്യൂൾസ് ആനോഡ് കാഥോഡിന്റെ അടുത്തേക്ക് അവരുടെ ചാർജിനനുസരിച്ച് മൂവ് ചെയ്തായിരിക്കും. പക്ഷെ ഐസോ ഇലക്ട്രിക് പോയിന്റിൽ എത്തുമ്പോൾ എന്താണ്? അതിന്റെ മൂവ്മെന്റ് നിൽക്കും. ബിക്കോസ് ദ നെറ്റ് ചാർജ് 0. അത് പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല, നെറ്റ് ചാർജ് 0 ആകും. അപ്പൊ മൊബിലിറ്റി ഉണ്ടാകില്ല ഇലക്ട്രിക് ഫീൽഡിൽ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് മാക്സിമം മൊബിലിറ്റി എന്നാണ്, അത് തെറ്റാണ്. ദർ വിൽ ബി നോ മൊബിലിറ്റി ഇൻ ദ ഇലക്ട്രിക് ചാർജ്. അടുത്തത് മാക്സിമം പെർസെപ്റ്റബിലിറ്റി.
പെർസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ഫീൽ ചെയ്യാൻ പറ്റും. അത് മേ ബി ഇൻ ദ ഫോം ഓഫ് ടേസ്റ്റ്. അപ്പോൾ ഒരു ഐസോ ഇലക്ട്രിക് പോയിന്റ് എത്തുമ്പോഴേക്കും അമിനോ ആസിഡ്സ് ക്യാൻ ബി പെർസെപ്റ്റബിൾ, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഫീൽ ചെയ്യാൻ പറ്റുക, പെർസീവ് ചെയ്യാൻ പറ്റും. ഐസോ ഇലക്ട്രിക് പോയിന്റിന്റെ ഒരു ഫീച്ചർ അതാണ്, ഇറ്റ് ക്യാൻ ബി ഫെൽറ്റ്. ഇറ്റ്സ് എ പ്രസൻസ് ഓഫ് ദറ്റ് അമിനോ ആസിഡ് ക്യാൻ ബി ഫെൽറ്റ്, മേ ബി ഇൻ ദ ഫോം ഓഫ് എ ടേസ്റ്റ്. മിനിമം ബഫറിംഗ് ആക്ഷൻ അല്ല, മിനിമം ബഫറിംഗ് ആക്ഷൻ തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. സോ ദ ഓൺലി കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 3 ഇസ് ഓപ്ഷൻ സി, മാക്സിമം പെർസെപ്റ്റബിലിറ്റി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4. ദിസ് അമിനോ ആസിഡ് ഹാസ് 2 ഒപ്റ്റിക്കലി ആക്റ്റീവ് സെന്റേഴ്സ്. അങ്ങനെ അമിനോ ആസിഡ്സ് നമുക്കറിയാം കുറേ കാർബൺ ആറ്റംസ് ഉണ്ട്, നൈട്രജൻ അമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും ഒക്കെ ഉണ്ട്. ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡ് എത്തുമ്പോൾ അതിന് 2 ഒപ്റ്റിക്കലി ആക്റ്റീവ് സെന്റേഴ്സ് ഉണ്ടാവും. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് എ അസിമെട്രിക് കാർബൺ ആറ്റം. 2 അസിമെട്രിക് കാർബൺ ആറ്റം ഉള്ള അമിനോ ആസിഡ് ആണ് ഐസോല്യൂസിൻ. 2 അസിമെട്രിക് കാർബൺ ആറ്റം ഉള്ള അമിനോ ആസിഡ് ആണ് ഐസോല്യൂസിൻ. അടുത്തത്, എൻസൈംസ് ആർ ആക്ടിവേറ്റഡ് ബൈ ദ ഫോസ്ഫോറൈലേഷൻ ഓഫ് വിച്ച് അമിനോ ആസിഡ് റെസിഡ്യൂ. പല എൻസൈംസിന്റെയും ആക്റ്റീവ് സൈറ്റിൽ ചില പ്രത്യേകതരം അമിനോ ആസിഡ്സ് ഉണ്ടായിരിക്കും. These amino enzymes are activated by the phosphorylation of which amino acid residue? അതിന്റെ ആൻസർ എന്താണ്? ഏത് അമിനോ ആസിഡിനെ ഫോസ്ഫോറൈലേറ്റ് ചെയ്യുമ്പോഴാണ് എൻസൈംസ് ആക്റ്റീവ് ആകുന്നത്? അത് സെറീൻ ആണ്. So serine, when it is activated, it is phosphorylated, enzyme becomes activated. So the correct answer is serine phosphorylation. Question number 6. During denaturation, protein will not lose their structure with regard to dash. നമുക്കറിയാം പ്രോട്ടീൻ്റെ 4 ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെർഷ്യറി സ്ട്രക്ചർ ആൻഡ് ക്വട്ടേണറി സ്ട്രക്ചർ. ഇതിൽ ഡീനേച്ചറേഷൻ സംഭവിക്കുമ്പോൾ അഫക്റ്റഡ് ആകാത്ത സ്ട്രക്ചർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഏത് സ്ട്രക്ചറാണ്? പ്രൈമറി സ്ട്രക്ചർ മാത്രം. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ്സ് മാത്രം ഉള്ളതിനെയാണ് നമ്മൾ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡീനേച്ചറേഷൻ സംഭവിച്ചാൽ അമിനോ ആസിഡ്സിന് നഷ്ടമൊന്നും അല്ലെങ്കിൽ അതിന് ദോഷമൊന്നും സംഭവിക്കുന്നില്ല. ഇറ്റ് ഇസ് നോട്ട് ഡാമേജ്, ഇറ്റ് റിമെയിൻസ് ആസ് സച്ച്. സോ ഡ്യൂറിങ് ഡീനേച്ചറേഷൻ പ്രോട്ടീൻ വിൽ നോട്ട് lose their primary structure. Then question number 7. The characteristic feature of the peptide bond include all the following except dash. പെപ്റ്റൈഡ് ബോണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ഒരെണ്ണം മാത്രം തെറ്റാണ്. അപ്പോൾ ആദ്യമേ ചോദിക്കട്ടെ, എന്താണ് ഈ പെപ്റ്റൈഡ് ബോണ്ട്? 2 അമിനോ ആസിഡ്സിന്റെ ഇടയിലുള്ള ബോണ്ടിനെയാണ് നമ്മൾ പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ഡസ് നോട്ട് അലോ ഫ്രീഡം ഓഫ് റൊട്ടേഷൻ, ഇറ്റ് ഈസ് എ പാർഷ്യൽ ഡബിൾ ബോണ്ട്, ഓൾവേസ് ഹാസ് സിസ് കോൺഫിഗറേഷൻ, പെപ്റ്റൈഡ് ബോണ്ട് അബ്സോർബ്സ് UV ലൈറ്റ് അറ്റ് 220 നാനോമീറ്റേഴ്സ്. ഇതിലെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഓൾവേസ് ഹാസ് എ സിസ് കോൺഫിഗറേഷൻ എന്നുള്ളതാണ്. There are 2 types of configuration, cis and trans. A peptide bond has both cis and trans configuration. അപ്പോൾ ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ്, പെപ്റ്റൈഡ് ബോണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ സി ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 7 ഇസ് ഓപ്ഷൻ സി. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8. The force maintaining the primary structure of a protein is dash. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ്സ് ആണ്, അത് പരസ്പരം പെപ്റ്റൈഡ് ബോണ്ട് കൊണ്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ പ്രൈമറി സ്ട്രക്ചറിൽ മറ്റു ഫോഴ്സുകൾ ഒന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടോ ഹൈഡ്രോഫോബിക് ഇലക്ട്രോസ്റ്റാറ്റിക് അങ്ങനെയുള്ള ബോണ്ടുകൾ ഒന്നും തന്നെ ഇല്ല. പ്രൈമറി സ്ട്രക്ചറിൽ ആകെയുള്ളത് പെപ്റ്റൈഡ് ബോണ്ട് മാത്രമാണ്. The force maintaining the primary structure of a protein is peptide bond. Next, question number 9. The forces maintaining the secondary, tertiary and quaternary structures of a protein are the following except. The forces maintaining the secondary, tertiary and quaternary structures of a protein are the following.
പ്രോട്ടീൻ്റെ ഹയർ സ്ട്രക്ചേഴ്സ് ആണ് ഈ തന്നിരിക്കുന്നത്. അതിൻ്റെ അകത്തുള്ളതിൽ ഏതൊക്കെയുണ്ട്? ഒരെണ്ണം മാത്രമേ അതിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇലക്ട്രോസ്റ്റാറ്റിക് അയോണിക് ബോണ്ട്, ദെൻ ഹൈഡ്രോഫോബിക് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് അയോൺ ബോണ്ട്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇലക്ട്രോസ്റ്റാറ്റിക് അയോൺ ബോണിക് ബോണ്ട് മാത്രം ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. ബാക്കി എല്ലാ ബോണ്ടുകളും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. Question number 10. The amino acid which does not allow the formation of alpha helix is dash. ആൽഫ ഹെലിക്സ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ അടുത്ത സ്ട്രക്ചർ ആണ് അല്ലെ. ആൽഫ സ്പീറ്റഡ് പ്ലേറ്റും ആൽഫ ഹെലിക്സും ബീറ്റ പ്ലീറ്റഡ് ഷീറ്റും പ്രോട്ടീൻ്റെ ഒരു പ്രത്യേക ടൈപ്പ് സ്ട്രക്ചർ ആണ്, ഹയർ ഓർഡർ സ്ട്രക്ചർ ആണ്. അതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പ്രൊലൈൻ ആണ്. Proline does not allow the formation of alpha helix. അടുത്തത് question number 11. Tertiary structure of a protein describes dash. പ്രോട്ടീൻ്റെ ടെർഷറി സ്ട്രക്ചറിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? The sequence of amino acid, location of disulfide bond, amino terminal end of the amino acid, the nature of protein bonding. ഇതിലെ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് പ്രൈമറി സ്ട്രക്ചർ ആണ്. ഇതിൽ ടെർഷറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഹയർ ഓർഡർ ആണ്. അപ്പോൾ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ട്, അത് പോളിപെപ്റ്റൈഡ് ബോണ്ട് ഉണ്ട്, പരസ്പരം ലിങ്ക്ഡ് ആണ്. ആൻഡ് ഓൾ ദീസ് ടുഗെദർ ഫോൾഡ് ഇൻ ടു എ പ്രോട്ടീൻ മോളിക്യൂൾ. അപ്പോൾ ഒരു ഹയർ ഓർഡർ ആണ്. ഫോൾഡിങ്ങിനെ കുറിച്ചാണ് ടെർഷറി സ്ട്രക്ചർ പറയുന്നത്. സോ ദ ടെർഷറി സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ ഡിസ്ക്രൈബ്സ് ദ നേച്ചർ ഓഫ് പ്രോട്ടീൻ ഫോൾഡിങ്. ഫോൾഡിങ്ങിനെ കുറിച്ച് പറയുന്നതാണ് ടെർഷറി സ്ട്രക്ചർ. Question number 12. One of the following protein does not have a quaternary structure. ക്വട്ടേണറി സ്ട്രക്ചർ ഇല്ലാത്ത പ്രോട്ടീൻ ഇതിൽ ഏതാണ്? ക്വട്ടേണറി എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഓർഡർ ആണ് കേട്ടോ. ആൽബുമിൻ, ഹീമോഗ്ലോബിൻ, ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി. ഇതിൽ ക്വട്ടേണറി സ്ട്രക്ചർ ഇല്ലാത്ത, അതായത് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ളത് ആരാണ്? ഹീമോഗ്ലോബിനൊക്കെ നമുക്കറിയാം ഒരു ജൈന്റ് മോളിക്യൂൾ ആണ് അല്ലേ. ക്വട്ടേണറി സ്ട്രക്ചർ ഇല്ലാത്തത് ഇതിൽ ആൽബുമിൻ മാത്രമാണ്. ആൽബുമിൻ. അടുത്തത് question number 13. All the following reagents are used for identifying the first amino acid in a protein except dash. താഴെ തന്നിരിക്കുന്ന റിയേജൻസ് ഒക്കെ ഒരു പ്രോട്ടീൻ മോളിക്യൂളിലെ ഫസ്റ്റ് അമിനോ ആസിഡ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയേജൻസ് ആണ്. പക്ഷെ അതിൽ ഒരെണ്ണം മാത്രം നമുക്ക് ഇങ്ങനെ ഒരു ഐഡന്റിഫിക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് അമിനോ ആസിഡ് ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആദ്യം വായിക്കാം. സൈനജൻ ബ്രോമൈഡ്, ഫ്ലൂറോ ഡൈനൈട്രോ ബെൻസീൻ, ഡാൻസൈൽ ക്ലോറൈഡ്, ഫീനൈൽ ഐസോ തയോസൈനേറ്റ്. ഇതിൽ ഏത് റിയേജന്റ് ആണ് ഫസ്റ്റ് അമിനോ ആസിഡിനെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ അത് സൈനജൻ ബ്രോമൈഡ് ആണ്. സൈനോജൻ ബ്രോമൈഡ്. ബാക്കി എല്ലാ റിയേജൻസും നമുക്ക് ഐഡന്റിഫിക്കേഷന് യൂസ് ചെയ്യാം. അടുത്തത് question number 14. Proteins can be precipitated by the following method except dash. പ്രോട്ടീൻസിനെ നമ്മൾ സെപ്പറേറ്റ് ഔട്ട് ചെയ്യുമ്പോൾ പ്രോട്ടീൻസ് പല പ്രൊസീജിയറിൽ കൂടി കടന്നു പോയി കഴിയുമ്പോൾ ഫൈനലി ഇറ്റ് വിൽ പെർസിപ്പിറ്റേറ്റ്. അപ്പോൾ പ്രോട്ടീൻസിനെ താഴെ തന്നിരിക്കുന്നതിൽ ഒരെണ്ണത്തിൽ മാത്രം നമുക്ക് പെർസിപ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയെല്ലാം പ്രോട്ടീൻ പെർസിപ്പിറ്റേഷൻ മെത്തേഡ്സ് ആണ്. ഒരെണ്ണം മാത്രം തെറ്റാണ്. അപ്പം നമുക്ക് ആദ്യം ഓപ്ഷൻസ് വായിക്കാം. ആഡിങ് ആൽക്കഹോൾ ആൻഡ് അസെറ്റോൺ, സാച്ചുറേറ്റിംഗ് വിത്ത് അമോണിയം സൾഫേറ്റ്, യൂസിങ് സോൾട്ട് ഓഫ് ഹെവി മെറ്റൽസ്, ഷിഫ്റ്റിംഗ് ദ pH away from the isoelectric point. അപ്പൊ പ്രോട്ടീൻ പെർസിപ്പിറ്റേഷന് യൂസ് ചെയ്യാൻ പറ്റാത്തത് ഇതിൽ ഏതാണ്? ആൽക്കഹോളും അസറ്റോണും ഉപയോഗിച്ചാൽ പ്രോട്ടീൻ പെർസിപ്പിറ്റേറ്റ് ചെയ്യാം. അമോണിയം സൾഫേറ്റ് ഉപയോഗിച്ച് പ്രോട്ടീൻ പെർസിപ്പിറ്റേറ്റ് ചെയ്യാം. സോൾട്ട്സ് ഉപയോഗിച്ച്, ഹെവി മെറ്റൽ സോൾട്ട്സ് ഉപയോഗിച്ച് പ്രോട്ടീൻ പെർസിപ്പിറ്റേറ്റ് ചെയ്യാം. അതിനെയാണ് സോൾട്ടിങ് ഔട്ട് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി, ഷിഫ്റ്റിംഗ് ദ pH away from the isoelectric point. ഐസോ ഇലക്ട്രിക് പോയിന്റ് എന്നൊക്കെ പറയുന്നത് പ്രോട്ടീന്റെ സെപ്പറേഷൻ മെത്തേഡിന് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഐസോ ഇലക്ട്രിക് പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ കാഥോഡും ആനോഡും കൊടുക്കും, അതിലേക്ക് കണക്ട് ചെയ്യും. മോളിക്യൂൾസ് അതിന്റെ ചാർജ് അനുസരിച്ച് ഐദർ കാഥോഡിലേക്കോ ആനോഡിലേക്കോ ട്രാവൽ ചെയ്യും. അതൊരു സെപ്പറേഷൻ മെക്കാനിസമാണ്. ഇവിടെ
നമ്മൾ പെർസിപ്പിറ്റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റാത്തത് ഓപ്ഷൻ ഡി എന്ന് പറയുന്ന മെത്തേഡ് മാത്രമാണ്. ദാറ്റ് ഇസ് ഷിഫ്റ്റിംഗ് ദ പി എച്ച് അവേ ഫ്രം ദ ഐസോ ഇലക്ട്രിക് പോയിന്റ്. ഇനി അടുത്തത് ഡീനേച്ചേർഡ് പ്രോട്ടീൻസ്. എന്താണ് ഈ ഡീനേച്ചേർഡ് പ്രോട്ടീൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് യു മീൻ ബൈ ഡീനേച്ചേർഡ് പ്രോട്ടീൻസ്? Denatured protein means they are difficult to digest, they are soluble, their peptide bonds are broken, are all biologically inactive. Denatured protein എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈജഷൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോട്ടീൻ അല്ല, സോളിബിൾ പ്രോട്ടീൻസും അല്ല, പെപ്റ്റൈഡ് ബോണ്ട് ബ്രോക്കൺ ആയിട്ടുള്ള പ്രോട്ടീൻസും അല്ല. ദേ ആർ ബയോളജിക്കലി ഇനാക്റ്റീവ് പ്രോട്ടീൻസ്. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ എഗ് വൈറ്റ് ഒക്കെ ഒരു പ്രോട്ടീൻ ആണല്ലോ. നമ്മൾ എഗ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബുൾസൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂട് പാനിലേക്ക് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് അതിങ്ങനെ കട്ടയാകും അല്ലേ, സോളിഡിഫൈ ചെയ്യും. അതിനെയാണ് പ്രോട്ടീൻ ഡീനേച്ചറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഡീനേച്ചേർഡ് പ്രോട്ടീൻ മീൻസ് ദേ ആർ ബയോളജിക്കലി inactive proteins. Denatured proteins are biologically inactive proteins. അടുത്തത്, which of the following is a simple protein? Casein, insulin, hemoglobin, tyrosinase. Casein എന്ന് പറയുന്നത് മിൽക്കിലുള്ള പ്രോട്ടീനാണ്. ഇൻസുലിൻ ഒരു ഹോർമോണാണ്. ബീറ്റ സെൽസ് ഓഫ് പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഹീമോഗ്ലോബിൻ ബ്ലഡിലെ അയൺ കണ്ടെയ്നിങ് പിഗ്മെന്റ് ആണ്. ടൈറോസിനേസ് ടൈറോസിൻ പാത്വേയിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു എൻസൈമാണ്. ഇതിൽ ഏറ്റവും സിമ്പിൾ പ്രോട്ടീൻ ഏതാണ്? ദ സിമ്പിൾ പ്രോട്ടീൻ ഇസ് ഇൻസുലിൻ. Insulin is an endocrine hormone which is secreted by pancreas. Pancreasle islets of Langerhansle, there are beta cells and alpha cells. Beta cells produce insulin, alpha cells produce glucagon. What is the function of insulin? Insulin will reduce the blood glucose level. Insulin will reduce the blood glucose level. It will convert blood glucose into glycogen, and this glycogen is stored inside the liver. So after a meal, pancreas will release insulin. So after a meal, what happens? After the meal, the digestion will take place and the nutrients like glucose will be present in the blood. അപ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടും. ഈ സമയത്ത് ആ ലെവൽ ലോവർ ചെയ്ത് അതിനെ നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് പാൻക്രിയാസിലെ ബീറ്റ സെൽസ് വിൽ റിലീസ് ഇൻസുലിൻ. So insulin is a hormone and it's a very simple protein. അടുത്തത് question number 16. In glycoproteins, the carbohydrate chains are combined through glycosidic linkages with dash. In glycoprotein, the carbohydrate chains are combined through glycosidic linkages with dash. Glycoprotein എന്ന് പറഞ്ഞാൽ അതൊരു കോൺജുഗേറ്റഡ് പ്രോട്ടീൻ ആണ്. അവിടെ പ്രോട്ടീൻ കമ്പോണന്റും ഒരു കാർബോഹൈഡ്രേറ്റ് കമ്പോണന്റും വരുന്നതിനാണ് ഗ്ലൈക്കോപ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇവിടെ കാർബോഹൈഡ്രേറ്റ് ചെയിൻസ് എന്തുമായിട്ടാണ് കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓഫ് സെറീൻ ഓർ ത്രിയോനിൻ റെസിഡ്യൂ ഓഫ് ദ പ്രോട്ടീൻ, എപ്സിലോൺ അമിനോ നൈട്രജൻ ഓഫ് ലൈസിൻ റെസിഡ്യൂ ഓഫ് ദ പ്രോട്ടീൻ, ദെൻ guanidinium group of arginine residues of protein, then phenyl group of tyrosine residue of the protein. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. The carbohydrate chains are combined through glycosidic linkages with the hydroxyl group of serine and threonine residue of a protein. അപ്പോൾ ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടീൻ മോളിക്യൂൾ ഉണ്ട്. ആ പ്രോട്ടീൻ മോളിക്യൂളിനോട് കൂടി ഒരു കാർബോഹൈഡ്രേറ്റിന്റെ റെസിഡ്യൂ കൂടി കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വെച്ചിട്ടാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പ്രോട്ടീൻ മോളിക്യൂളിലെ ഏതൊക്കെ അമിനോ ആസിഡ്സിന് എടുക്കും? പ്രോട്ടീൻ മോളിക്യൂളിലെ സെറീനും ത്രിയോനിൻ റെസിഡ്യൂസ് ഉണ്ടായിരിക്കും. പ്രോട്ടീൻ മോളിക്യൂളിലെ അമിനോ ആസിഡ്സ് ആയ സെറീൻ അല്ലെങ്കിൽ ത്രിയോനിൻ ഇതിന്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുമായിട്ടാണ് കാർബോഹൈഡ്രേറ്റ് റെസിഡ്യൂ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ഗ്ലൈക്കോ പ്രോട്ടീൻസ് കിട്ടുന്നത്. ഇനി അടുത്തത്, ദ പ്രോട്ടീൻ വിച്ച് ഡസ് നോട്ട് ആൻസർ ദ ആൽഡിഹൈഡ് ടെസ്റ്റ്. ആൽഡിഹൈഡ് ടെസ്റ്റിൽ കിട്ടാത്ത അമിനോ ആസിഡ്. ആൽഡിഹൈഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. നമ്മൾ കെമിസ്ട്രി ലാബിലൊക്കെ ചെയ്യുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. അതിൽ ആൻസർ കിട്ടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ജലാറ്റിൻ ആണ്. ജലാറ്റിൻ.
Gelatin does not answer aldehyde test. അപ്പോൾ ഹീമോഗ്ലോബിൻ, ആൽബുമിൻ ആൻഡ് casein, they will give positive result in aldehyde test. Next, question number 19. Proteins may be estimated by the following methods except. പ്രോട്ടീൻ ഐഡന്റിഫിക്കേഷൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ് താഴെ തന്നിരിക്കുന്നത്. അതിൽ ഒരെണ്ണം മാത്രം തെറ്റാണ്. വൺ ഇസ് ബൈയൂററ്റ് മെത്തേഡ്. നമുക്കറിയാം ബൈയൂററ്റ് റിയേജന്റ് പ്രോട്ടീൻ ഐഡന്റിഫിക്കേഷന് യൂസ് ചെയ്യുന്നതാണ്. ബൈയൂററ്റ് റിയേജന്റ് ഒഴിച്ചു കഴിയുമ്പോഴേക്കും വയലറ്റ് കളർ കിട്ടുകയാണെങ്കിൽ അത് പ്രോട്ടീനാണ്. അടുത്തത് ഹീറ്റ് കൊയാഗുലേഷൻ. ഹീറ്റ് കൊയാഗുലേഷൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഡീനേച്ചേർഡ് ആകും. ജെൽദാൾ ഡൈജഷൻ, അതൊരു പ്രോട്ടീൻ ഐഡന്റിഫിക്കേഷൻ ടെക്നിക്കാണ്. നെഫലോമെട്രി, ഇറ്റ് ഈസ് ഓൾസോ എ പ്രോട്ടീൻ ഐഡന്റിഫിക്കേഷൻ മെത്തേഡ്. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്നതിൽ പ്രോട്ടീൻ ഐഡന്റിഫിക്കേഷൻ ഉപയോഗിക്കാത്തത് ജെൽദാൾ ഡൈജഷൻ മാത്രമാണ്. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 19 ഇസ് ഓപ്ഷൻ സി, ജെൽദാൾ ഡൈജഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 20. An example of lyase is. Lyase എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ക്ലാസ് ഓഫ് എൻസൈംസ് വിച്ച് വിൽ സ്പ്ലിറ്റ്. അതാണ് ലയേസസ് എന്ന് പറയുന്നത്. ഈ ലയേസസിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലൂട്ടാമിൻ സിന്തറ്റേസ്, ഫ്യൂമാരേസ്, കോളിനെസ്റ്ററേസ്, അമൈലേസ്. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഫ്യൂമാരേസ് മാത്രമാണ്. ഫ്യൂമാരേസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ ലയേസ് എൻസൈം. ഇറ്റ് ഇസ് നോട്ട് എ ലയേസ് എൻസൈം. ഗ്ലൂട്ടാമിൻ സിന്തറ്റേസും കോളിനെസ്റ്ററേസും അമൈലേസും ഒക്കെ സ്പ്ലിറ്റിംഗ് എൻസൈംസ് ആണ്. അമൈലേസ് കാർബോഹൈഡ്രേറ്റിനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് വിൽ ബി സ്പ്ലിറ്റ് ഇൻ ടു ഡൈസാക്കറൈഡ്സ്. അതുപോലെ ഗ്ലൂട്ടാമിൻ സിന്തറ്റേസ് അങ്ങനെയാണ്. കോളിനെസ്റ്ററേസ് അസറ്റൈൽ കോളിനെ കട്ട് ചെയ്യുന്നവരാണ് കോളിനെസ്റ്ററേസ്. അപ്പൊ താഴെ തന്നിരിക്കുന്നത് ലയേസ് അല്ല, ലയേസ് ആയിട്ടുള്ളത് ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ലയേസ് എന്ന് ചോദിച്ചാൽ അത് ഫ്യൂമാരേസ് ആണ്. ഓക്കെ, so today we have discussed total 40 important questions from biochemistry. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. പലർക്കും ബുദ്ധിമുട്ടുള്ള ഏരിയാസും ധാരാളം ആളുകൾ തെറ്റിച്ചിട്ടുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.